വയനാട്ടിൽ ജീവൻ പൊലിഞ്ഞവർക്കായി ഹൈന്ദവ സംഘടനകൾ ഹരിദ്വാറിൽ ബലിയിടും. നൂറുകണക്കിന് പേരാണ് ഡൽഹിയിൽ നിന്ന് ഹരിദ്വാറിൽ ബലിയിടാനെത്തുന്നത്. ഇവരുകളുമായി നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, ഇത് തന്നെയാണ് നാടൊന്നാകെ, അത് ദേശത്തിൻ്റെയും ഭാഷയുടെയും അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ടുള്ള നന്മയുടെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് അവിടെ നിന്ന് പങ്കുവെക്കാൻ പറ്റുന്ന മറ്റ് വിവരങ്ങൾ കൂടി? സുരേഷ്, ഞാനിപ്പോൾ ഉള്ളത് ഹരിദ്വാറിലാണ്. ഇവിടെ നിരവധി ക്ഷേത്രങ്ങൾ, സന്യാസി മഠങ്ങളാൽ പ്രസിദ്ധമായ സ്ഥലമാണ്. ഗംഗാനദിയുടെ തീരമാണ്. ഗംഗാനദി സമതലത്തിലേക്ക് ഒഴുകുന്ന സ്ഥലമാണ്. ഇവിടെ ബലിയിടുവാനെത്തുന്നത് പരമ പവിത്രമായി കരുതുന്നു. അങ്ങനെ വയനാട്ടിൽ ദുരന്തം സംഭവിച്ച് നിരവധി ജീവനുകൾ പൊലിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള സംഘടനകൾ, നവോദയം, അതേപോലെ തന്നെ ബാലഗോകുലം, NSSൻ്റെയും SNDPയുടെയും ഒക്കെ തന്നെ പ്രതിനിധികൾ ഇവിടെ ഈ ഹരിദ്വാറിൽ, ഈ ദേവഭൂമിയിൽ, ഈ മണ്ണിലെത്തി തങ്ങളുടെ പിതൃകൾക്കൊപ്പം വയനാട്ടിൽ മരണമടഞ്ഞ മുഴുവൻ ആത്മാക്കൾക്കും അവ നിത്യശാന്തിക്ക് വേണ്ടി ബലി തർപ്പിക്കുന്ന ചടങ്ങാണ്. അല്പസമയത്തിനകം തന്നെ ഈ ചടങ്ങ് ആരംഭിക്കും. ഏതാണ്ട് 250-ലധികം ആൾക്കാരാണ് ഡൽഹിയിൽ നിന്നും ഈ ഒരു ബലിതർപ്പണത്തിനായിട്ട് ഹരിദ്വാറിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഹരിദ്വാറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വലിയ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ്. ഇതിനൊപ്പം തന്നെ വലിയ പുണ്യ സ്ഥലമായി കരുതപ്പെടുന്നു. പിതൃക്കൾക്ക് മോക്ഷശാന്തിക്കായി അല്ലെങ്കിൽ പിതൃതർപ്പണത്തിനായി ഏറ്റവും അനുയോജ്യമായ സ്ഥലമെന്ന് കരുതപ്പെടുന്നു. വേദപുരാണങ്ങളിലൊക്കെ തന്നെ ഈ സ്ഥലത്തെപ്പറ്റി കൃത്യമായി പ്രതിപാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് മലയാളികൾ തങ്ങളുടെ സഹോദരങ്ങൾക്ക് ബലിയിടുവാൻ വേണ്ടി ഇവിടെ തന്നെ തിരഞ്ഞെടുത്തത്. വയനാട്ടിൽ നിരവധി പേർ മരണമടഞ്ഞ സാഹചര്യം, ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സംഘാടകർ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കും. എത്ര പേർ ഈ ഡൽഹിയിൽ നിന്നും ഇവിടെ എത്തി? ഏതൊക്കെ സംഘടനകളെ പ്രതിനിധീകരിച്ചാണ് എത്തുന്നത്? ഡൽഹിയിൽ നിന്ന് ബാലഗോകുലത്തിൻ്റെയും നവോദയത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ 350 അധികം ആളുകളാണ് ഇവിടെ ഹരിദ്വാറിലെ ഗംഗാ തീരത്ത് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ വർഷത്തെ പ്രത്യേകത സ്വന്തം പിതൃക്കൾക്ക് ബലി അർപ്പിക്കുന്നതോടൊപ്പം തന്നെ വയനാട്ടിലെ വെള്ളപ്പൊക്കത്തിലും ഉരുൾപൊട്ടലിലും ജീവഹാനി സംഭവിച്ച നമ്മുടെ സഹോദരന്മാർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ സമൂഹ ബലി തർപ്പണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ബലി തർപ്പണത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. അതുതന്നെയാണ്. ഏതാണ്ട് 250-ലധികം ആൾക്കാരാണ് ഈ മണ്ണിലേക്ക് ബലി അർപ്പിക്കുവാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ബലിതർപ്പണത്തിൻ്റെ സങ്കല്പം എന്നുള്ളത് തന്നെ വലിയ വിശാലമാണ്. അതായത് അച്ഛൻ്റെ കുലത്തിലും അമ്മയുടെ കുലത്തിലും ജനിച്ചവർക്കും, അതേപോലെ തന്നെ ഗുരുപരമ്പരയിൽ ഉണ്ടായിരുന്നവർക്കും, മുജ്ജന്മങ്ങളിൽ ദാസന്മാരായിരുന്നവർക്കും, അതേപോലെ തന്നെ മുൻ ജന്മങ്ങളിൽ ബന്ധം ഉള്ളവർ, അവരുടെ ആത്മാക്കൾക്കൊക്കെ വേണ്ടിയാണ്. വലിയ വിശാലമായ സങ്കല്പമാണ് ബലിതർപ്പണത്തിലുള്ളത്. അതിനാൽ തന്നെ ഈ ബലി അർപ്പിക്കുമ്പോൾ സ്വാഭാവികമായും മുഴുവൻ ആത്മാക്കൾക്കും ആ ഒരു ബലി അർപ്പിക്കുന്നു എന്നുള്ള സങ്കല്പം, അതായത് അറിഞ്ഞതും അറിയാത്തതുമായിട്ടുള്ള നിരവധി ആത്മാക്കൾക്ക് ഇത് അർപ്പിക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം. ആ ഒരു സങ്കല്പത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും വയനാട് അടക്കമുള്ള, അല്ലെങ്കിൽ വയനാട് ദുരന്തത്തിൽ മരിച്ചവരും, അതേപോലെ തന്നെ അർജുൻ അടക്കമുള്ളവർ ഇവരുടെയൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ ഒരു സങ്കല്പത്തിൽ തന്നെയാണ് അവർ ബലിയിടുവാൻ വേണ്ടി ഈ ഹരിദ്വാറിൽ എത്തിയത് എന്നുള്ളതാണ്. ഇവിടെ തിരഞ്ഞെടുത്തത് അത് ഏറ്റവും ശ്രേഷ്ഠമെന്ന് വേണം കരുതപ്പെടുവാൻ. പ്രത്യേകിച്ച് ഹരിദ്വാറിൻ്റെ മണ്ണിൽ ബലിയിടുമ്പോൾ അതിന് പ്രത്യേക ശ്രേഷ്ഠതയുണ്ട് എന്നുള്ളതാണ് സങ്കല്പിക്കപ്പെടുന്നത്. ആ ശ്രേഷ്ഠത തന്നെ കണ്ടുകൊണ്ടാണ് ഇവിടെ ഇത്രയും പേർ ഒന്നിച്ച്, ഇത്രയും മലയാളികൾ ഡൽഹിയിൽ നിന്ന് ഏതാണ്ട് 350-ലധികം കിലോമീറ്റർ സഞ്ചരിച്ച് വേണം ഇവിടെ എത്തുവാൻ. അങ്ങനെ ഇവിടെ എത്തി ഇന്നലെ രാത്രി പുറപ്പെട്ട്, അതേപോലെ തന്നെ ഇന്ന് അർദ്ധരാത്രിയിലും ഇന്ന് പുലർച്ചെയൊക്കെ ആയിട്ട് വിവിധ വാഹനങ്ങളിലെത്തിയ ഡൽഹിയിൽ നിന്നുമുള്ള ഭക്തജനങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഈ പിതൃതർപ്പണത്തിനുമായി ഇവിടെ ഇരിക്കുന്നത്. നിരവധി ആൾക്കാർ ഉണ്ട്. അവരോട് ചേച്ചി, വയനാട്ടിൽ നിരവധി പേർ മരിച്ചു, അവർക്ക് വേണ്ടി കൂടിയാണോ ബലി? അവർക്ക് വേണ്ടി, അവരുടെ എല്ലാ മരിച്ചവരുടെ, നമ്മുടെ എല്ലാ സഹോദരനും സഹോദരിമാരുടെ എല്ലാവരുടെയും ആത്മാവിന് വേണ്ടി കൂടി നമ്മളെല്ലാവരും ഇന്ന് ബലി തർപ്പിക്കുകയാണ്. എല്ലാവർക്കും അതുതന്നെയാണ് പറയുവാനുള്ളത്. വയനാട് മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി ബലിയിടുന്നു എന്നുള്ള സങ്കല്പം. ചേച്ചി, വയനാട് നിരവധി പേർ മരിക്കുന്ന സാഹചര്യം ഉണ്ടായി, അവർക്ക് വേണ്ടി കൂടിയല്ലേ ഈ ബലി തർപ്പണം? അതെ, അവർക്ക് വേണ്ടിയും കൂടിയാണ്. ഒപ്പം അത് ഞങ്ങളുടെ പിതൃക്കൾക്ക്, മാതാപിതാക്കന്മാർക്ക്, പിന്നെ അത് കഴിഞ്ഞ് വയനാട്ടിൽ മരിച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് ആണ് ഈ ബലി ഞങ്ങൾ ഇടുന്നത്.
അതുതന്നെയാണ് സുരേഷ് സങ്കല്പം. വളരെ വിശാലമായ സങ്കല്പമാണ്. അതായത് തങ്ങളുടെ പിതൃക്കൾക്കൊപ്പം വയനാട്ടിൽ മരിച്ച മുഴുവൻ ആത്മാക്കൾക്കും മുഴുവൻ പിതൃക്കൾക്കും ബലിതർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഇവിടെ നടക്കുന്ന ചടങ്ങ്. വിവിധ ബാച്ചുകളിലായി തിരിച്ചാണ് ഇവിടെ ബലിതർപ്പണം നടക്കുന്നത്. ഒരേ സമയം ഏതാണ്ട് 50-ലധികം ആൾക്കാർ ഇവിടെ ബലിതർപ്പിക്കുവാൻ വേണ്ടിയിരിക്കുന്നു. അതിനുശേഷം ഓരോരോ ബാച്ചുകളായി തിരിച്ചാണ് ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത്. ഏതാണ്ട് 250ഓളം ആൾക്കാരാണ് ഡൽഹിയിൽ നിന്നും ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്ക് പറഞ്ഞതുപോലെ തന്നെ കിലോമീറ്ററുകൾ താണ്ടിയാണ് ഡൽഹിയിൽ നിന്നും ഈ ഹരിദ്വാറിലേക്ക് ഇവരൊക്കെയും എത്തിച്ചേർന്നിരിക്കുന്നത്. തങ്ങളുടെ പിതൃക്കൾക്കുള്ള ഒരു ബലിതർപ്പണം, അതോടൊപ്പം തന്നെ തങ്ങളുടെ സ്വന്തക്കാരായി തന്നെ തങ്ങളുടെ ഉറ്റവരും മുടിയവരുമായി തന്നെ ആ ജീവൻ പൊലിഞ്ഞ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞവരെ കണ്ടുകൊണ്ടുള്ള ആ ഒരു ബലിതർപ്പണം, അവരുടെ ആത്മാക്കൾക്കുള്ള ഒരു ശാന്തിക്കായി മോക്ഷത്തിനായിട്ടുള്ള ആ ഒരു തർപ്പണം, ആ രീതിയിൽ നോക്കുമ്പോൾ വലിയ വിശാലമായ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് മലയാളികൾ മാനവരൊക്കെയും ഒന്നാണെന്നുള്ള ബോധ്യം. ഈ വയനാട്ടിൽ ജീവൻ പൊലിഞ്ഞവരോടൊപ്പം ഞങ്ങളെല്ലാം ഉണ്ട്. അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നാടൊന്നാകെ വയനാടിനൊപ്പമാണ് എന്നതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണം തന്നെയാണ്, ഒരു സാക്ഷ്യം കൂടിയാവുകയാണ് ഈ കാഴ്ചകളല്ലേ? തീർച്ചയായിട്ടും അതായത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരാണ് ഡൽഹിയിൽ ജോലി ചെയ്യുന്നത്. അങ്ങനെ ജോലിയുടെ ഭാഗമായി ഡൽഹിയിൽ നിൽക്കുന്ന മുഴുവൻ ഈ ഭക്തജനങ്ങളും ഏതാണ്ട് 250-ലധികം ആൾക്കാരാണ് ഇവിടെ എത്തിയിരുന്നത്. ഇന്നലെയും ഇതേപോലെ തന്നെ സമാനമായി ഇന്നലെയും ഇവിടെ ബലിതർപ്പണം നടന്നിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും നടക്കുന്നു. അങ്ങനെ ജോലിയുടെ ഭാഗമായി ഡൽഹി കേന്ദ്രീകരിച്ച് എത്തിയിരിക്കുന്ന കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ജനങ്ങളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതിൽ വിവിധ മതത്തിൽപ്പെട്ടവർ അടക്കം ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരുടെ സങ്കല്പമാണ് ഏറ്റവും പ്രധാനം. അതായത് വളരെ വിശാലമായ ഭാരതീയ സങ്കല്പത്തിനൊപ്പം നിന്നുകൊണ്ട് അവർ ബലിയർപ്പിക്കുന്നു. അതായത് മുഴുവൻ പിതൃക്കൾക്കും, അന്തരിച്ച മുഴുവൻ പിതൃക്കൾക്കും ബലിയർപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിൽ ഇത്തവണ വയനാട്ടിലെ തങ്ങളുടെ സഹോദരങ്ങൾ, ഇതുവരെയായിട്ടും തങ്ങൾ കാണാത്ത സഹോദരങ്ങൾ, അവരെ കൂടി സങ്കല്പിച്ചുകൊണ്ടാണ് ബലിയിടുന്നത്. ബന്ധുക്കളല്ല, മിത്രങ്ങളല്ല, ഒരു തരത്തിലുള്ള ബന്ധവുമില്ല ഈ വയനാട്ടിൽ ഈ മരിച്ചവരുമായി. അതേസമയം വിശാലമായ കാഴ്ചപ്പാട്, പ്രത്യേകിച്ച് മലയാളികളുടെ ആ ഒരു മനസ്സിൻ്റെ വിശാലത തന്നെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടത്. അവിടെ എടുത്തു പറയേണ്ടത്, ഇതിനുവേണ്ടി സമയം, ഒരു ദിവസം സാധാരണഗതിയിൽ ഞായറാഴ്ച ഒരു ദിവസം ഒഴിവ് കിട്ടുമ്പോൾ അത് ഉല്ലസിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നവർ ഇത്തവണ വയനാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ, അല്ലെങ്കിൽ വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് കൂടി, അല്ലെങ്കിൽ ആ പിതൃക്കൾക്ക് കൂടി ബലിയർപ്പിക്കുവാൻ വേണ്ടി ഹരിദ്വാറിന്റെ മണ്ണിലെത്തി എന്നുള്ളതാണ് ശ്രദ്ധേയം. തന്നെയാണ് വയനാട്ടിൽ ജീവൻ പൊലിഞ്ഞവർക്കായി ഹൈന്ദവ സംഘടനകൾ ഹരിദ്വാറിൽ ബലിയിടുകയാണ്. നൂറുകണക്കിന് പേരാണ് ഡൽഹിയിൽ നിന്നും ഹരിദ്വാറിൽ ബലിയിടാൻ എത്തിയിരിക്കുന്നത്. എല്ലാവരും ഒരുമയോടെ ആ നാടിനൊപ്പമാണ്. അത് ആളും അർത്ഥവും കൊണ്ട് മാത്രമല്ല, ഇത്തരത്തിലുള്ള സമർപ്പണം കൊണ്ട്, തർപ്പണം കൊണ്ടുകൂടി ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണ്, നിങ്ങളുടെ കുടുംബക്കാരാണ്, നിങ്ങളുടെ ഉറ്റവരും മുടിയവരുമായി ഇനി ഞങ്ങളുണ്ട് എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ്, മനോഹരമായ ഒരു ഹൃദയപൂർവ്വം ചേർത്ത് വെക്കുന്ന ഒരു സന്ദേശം തന്നെയാണ് അവരൊക്കെയും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഹരിദ്വാറിൽ നിന്നും നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.